കർണാടകയിൽ വമ്പൻ ടെസ്റ്റുകളാണ് നടക്കുന്നത്. എന്താകും എന്നുള്ള നമുക്കും ഒരു ആകാംക്ഷയുണ്ട്. പക്ഷെ ഇപ്പോ കോൺഗ്രസ് ഒരുപക്ഷെ DKയെ പുറത്താക്കാനുള്ള എല്ലാ സാധ്യതകളും തെളിഞ്ഞു വരുന്നുണ്ട്. DK മുഖ്യമന്ത്രിയാകില്ല, സിദ്ധരാമയ്യ മുഖ്യമന്ത്രിയാകില്ല, പകരം മറ്റൊരാൾ ഈ രംഗത്തേക്ക് വരാനുള്ള സാധ്യതയാണ് കൂടുതൽ. കർണാടക രാഷ്ട്രീയം എങ്ങനെയാണ് തിളയ്ക്കുന്നത്? കർണാടക രാഷ്ട്രീയം നമ്മളിപ്പോൾ നോക്കുമ്പോൾ അത് ACC പ്രസിഡന്റിൻ്റെ അല്ലെങ്കിൽ ഖാർഗെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൂടി പോകുന്ന ഒരവസ്ഥയിലേക്ക് വരും കാര്യം. കാരണം ഖാർഗെക്ക് താല്പര്യമുള്ള അദ്ദേഹത്തിൻ്റെ സംസ്ഥാനമാണ്. മാത്രമല്ല കോൺഗ്രസ്സിന് ആ സംസ്ഥാനത്ത് അല്പം വേരോട്ടമുള്ള ഒരു സംസ്ഥാനമാണ്. ഏറ്റവും കൂടുതൽ ഫണ്ട് റേസ് ചെയ്യാൻ പറ്റുന്ന സംസ്ഥാനമാണ്. അപ്പോൾ ഇങ്ങനെ പല കാര്യങ്ങളുള്ളപ്പോഴും കഴിഞ്ഞ പ്രാവശ്യം അവിടെ BJPക്ക് അകത്തുണ്ടാക്കിയ പ്രശ്നങ്ങൾ വളരെ കൃത്യമായിട്ട് മുതലെടുത്ത് DK ശിവകുമാറും ഒരുപക്ഷെ സിദ്ധരാമയ്യയും മത്സരിക്കുന്നതിന് മുമ്പ് തന്നെ ഇവർ തമ്മിൽ ഭയങ്കരമായിട്ടുള്ള പാർട്ടിക്കകത്ത് ആര് നേതാവ് എന്നുള്ളൊരു മത്സരം ഉണ്ടായിരുന്നു. പക്ഷെ അത് പരസ്പരം മുൻകൈയെടുത്ത് അല്ലെങ്കിൽ പരസ്പരം ഒത്തുചേർന്ന് നിന്ന് അതിനെ അതിജീവിച്ചു. അല്ല, വലിയ ഒരു ഭൂരിപക്ഷത്തിൽ കോൺഗ്രസിന് തന്നെ ഏതാണ്ട് 135 സീറ്റ് കിട്ടി, കേവല ഭൂരിപക്ഷത്തിൽ വരുന്നൊരവസ്ഥ വന്നു. ആ അവസ്ഥയിൽ അല്ലെങ്കിൽ ഈ മത്സരിക്കുന്നതിന് മുമ്പും അല്ലെങ്കിൽ മത്സരം നടക്കുമ്പോഴും അവിടെ ഭൂരിപക്ഷം കോൺഗ്രസിന് കിട്ടിയാൽ തന്നെയും എല്ലാവരും ആ അകത്തും പുറത്തും അല്ലെങ്കിൽ സംസ്ഥാനത്തിന് പുറത്താണ് ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ DK ശിവകുമാർ തന്നെ മുഖ്യമന്ത്രിയാവും, കരുത്തുറ്റ ഒരു മുഖ്യമന്ത്രിയാവും എന്നുള്ള ഒരു പറച്ചിലൊക്കെ വന്നു. അവസാനം വന്നത് സിദ്ധരാമയ്യയുടെ കാര്യം നോക്കിയപ്പോൾ സിദ്ധരാമയ്യ പറഞ്ഞു എൻ്റെ കൂടെ 100 MLA-മാരുണ്ട്, 35 പേരേ ഉള്ളൂ മറ്റിടത്ത്. അപ്പോൾ എണ്ണം നോക്കി അപ്പം സിദ്ധരാമയ്യയുടെ കൂടാണ് MLA-മാർ, യാതൊരു രക്ഷയുമില്ല. DK ശിവകുമാറിന് വഴങ്ങേണ്ടി വരുന്നു. DK ശിവകുമാറിൻ്റെ അടുത്ത് ACC അല്ലെങ്കിൽ അന്നത്തെ ഈ രാഹുൽ ഗാന്ധി പറഞ്ഞു നിങ്ങൾക്ക് KPCC പ്രസിഡന്റ് സ്ഥാനം തുറന്നുകൊണ്ട് പ്രധാനപ്പെട്ട ഒരു വകുപ്പിൽ ഒരു മന്ത്രിയാക്കി വിടാമെന്നൊക്കെ പറഞ്ഞ് 2.5 കൊല്ലം കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ ഇദ്ദേഹത്തെ മുഖ്യമന്ത്രിയാക്കാമെന്ന് 2.5 കൊല്ലം കഴിഞ്ഞിട്ട് ഇദ്ദേഹത്തെ മുഖ്യമന്ത്രി ആക്കാമെന്ന് പറയുന്നത് അല്ലെങ്കിൽ അങ്ങനെയാണെന്ന് ACC വിളിച്ചു പറയുമ്പോഴും സിദ്ധരാമയ്യ എടുത്ത് അന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു എവിടെ അല്ലെ ആര് പറഞ്ഞു എന്ന് വെച്ചാൽ അന്ന് അയാൾ തീരുമാനിച്ചു കൊടുക്കത്തില്ല. അതായത് സിദ്ധരാമയ്യ ഈ മുഖ്യമന്ത്രി സ്ഥാനം ഒഴിഞ്ഞു കൊടുക്കുന്ന ഒരവസ്ഥയിൽ ഇനി എന്ത് ചർച്ചയായാലും എവിടെ വിളിച്ച് ചർച്ചയായാലും അതിന് സാധ്യതയില്ല. കാരണം സിദ്ധരാമയ്യക്ക് വ്യക്തമായ രാഷ്ട്രീയ സ്വാധീനം കർണാടകത്തിലുണ്ട്. DK ശിവകുമാറിനുള്ളതിനെക്കാട്ടി കൂടുതലുണ്ട്. DK ശിവകുമാർ എന്ന് പറയുന്ന ആൾ കുറഞ്ഞ ആളല്ല. നാളെ കാലത്ത് സിദ്ധരാമയ്യക്ക് ശേഷം ഒരുപക്ഷെ കർണാടക രാഷ്ട്രീയത്തിലെ കോൺഗ്രസ് അല്ലെങ്കിൽ ഇന്ത്യ മൊത്തവും കോൺഗ്രസ് കാണുന്ന കൊള്ളാവുന്ന തൻ്റെ ഇടമുള്ള കരുത്തുറ്റ അല്ലെങ്കിൽ ഉള്ള ഒരു നേതാവ് എന്നുള്ള രീതിയിൽ ഇപ്പം ഒന്നുമില്ലാത്തടത്ത് കാണിക്കാൻ കൊള്ളാവുന്ന ഒരാളാണ്. അപ്പം അതുകൊണ്ട് തന്നെ പ്രിയങ്ക ഖാർഗെ എന്ന് പറഞ്ഞ ഒരാളെ അറിയാമോ? പ്രിയങ്ക ഖാർഗെ SDPI-കാരൻ, ഇസ്ലാമിസ്റ്റുകളുടെ ആൾ. ഈ പറയുന്ന RSS-നെ നിരോധിക്കണമെന്ന് ചുമ്മാതെയാണെങ്കിൽ നടക്കത്തില്ലാത്ത കാര്യമാണ്. അയാൾ ഒരു 7 ജന്മം വിചാരിച്ച് നടക്കത്തില്ലെന്ന് അറിയാം. പക്ഷെ ഇതൊക്കെ നിരന്തരമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കും. അല്ല, RSS ചോദിച്ച് ഞങ്ങൾ കർണാടകയിൽ ഈ ഇടയായിട്ട് ഒരു പ്രശ്നവും ഇല്ല, ഞങ്ങൾ അവിടെ ഉണ്ടെന്ന് പോലും അറിയില്ല, പിന്നെ ഞങ്ങളെ നിരോധിക്കാൻ എന്തർത്ഥത്തിലാണ് നീ പറഞ്ഞുകൊണ്ട് വരുന്നേ? അല്ല, നിരോധിക്കുന്നതിനകത്ത് നിരോധിക്കാൻ പറ്റത്തില്ലെന്നറിയാം. ഈ താല്പര്യം അല്ലെങ്കിൽ ഈ ഒരു വർത്തമാനം ആരാണ് പറയുന്നത്? RSS-നെ നിരോധിക്കണം, ഞങ്ങളാണല്ലോ ഇവിടുത്തെ കുഴപ്പക്കാർ, ഞങ്ങളല്ല ഇവിടുത്തെ രാജ്യവിരുദ്ധർ. അപ്പം രാജ്യവിരുദ്ധ ശക്തികളുടെ പ്രവർത്തനം ഏറ്റെടുക്കുന്ന SDPI-കാരനും ഇസ്ലാമിസ്റ്റുകാരനും PFI-കാരനും ഒക്കെ നിൽക്കുമ്പോൾ അവൻ്റെ കൂടെ നിന്നുകൊണ്ട് അവനോട് തുലനം ചെയ്യുകയാണ് RSS. അതിന് ഏറ്റവും മുമ്പ് ഇരിക്കുന്ന നേതാവാണ് പ്രിയങ്ക ഖാർഗെ. അയാളാണല്ലോ അവിടെ ഈ പറയുന്ന SDPI-കാരനും PFI-കാരനും വേണ്ടി പറയുന്നത്. ഇതേ വാചകത്തിൽ ഇതേ വർത്തമാനത്തിൽ ഒരു പക്ഷേ അവിടെ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് ഈ പറഞ്ഞ ഇപ്പോഴത്തെ സിദ്ധരാമയ്യ. ഒരു പരിധിവരെ ഇങ്ങനെ പറയാത്ത ആളാണ് DK ശിവകുമാർ. DK ശിവകുമാർ ഗണഗീതം നിയമസഭയിൽ പാടി ഇത് ഭാരതത്തിന്റെ പാട്ടാണെന്ന് പറഞ്ഞിട്ട് അയാള് ഒരു ഹിന്ദുമുഖം, അതായത് അവിടുത്തെ ഈ കഴിഞ്ഞ ഇലക്ഷന് അവിടെ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ BJPക്ക് സ്വാധീനം ഉണ്ടായിരുന്ന ലിംഗ സമുദായത്തിനെയൊക്കെ ഒരു പരിധിവരെ കൂടെ നിർത്തി അല്ലെങ്കിൽ അവരുടെ ഭാഗമാണെന്ന് കണ്ട് കൂടെ നിർത്തുന്നതിന് DK ശിവകുമാർ ഒരു പരിധിവരെ വിജയിച്ചു. അതിൻ്റെ കൂടെ തന്നെ ഇസ്ലാമിസ്റ്റുകളുടെ പ്രൊമോഷൻ ഏറ്റവും കൂടുതൽ അവിടുത്തെ അമ്പലത്തിലെ ഫണ്ട് എടുത്ത് അല്ലെങ്കിൽ ബാക്കിയുള്ള സമുദായത്തിനൊക്കെ കൊടുക്കുന്നതിന് വേണ്ടി വരെ നിയമം പാസ്സാക്കുകയും അത്തരത്തിൽ ഏതൊക്കെ രീതിയിൽ അവിടുത്തെ അമ്പലങ്ങളെ തകർക്കാവോ, ഹിന്ദു സംസ്കാരത്തെ തകർക്കാവോ അതെല്ലാം കൂട്ടിവയ്ക്കുന്ന മുഖ്യമന്ത്രിയാണ്. അതിനെ മറികടക്കുന്ന ഒരു മുഖ്യമന്ത്രി നാളെ കാലത്ത് വരണം, അല്ലെങ്കിൽ ഇസ്ലാമിസ്റ്റുകളുടെ താല്പര്യം സംരക്ഷിക്കണം. അതിനുതകുന്ന ഒരാളായിട്ട് പ്രിയങ്ക ഖാർഗെ ഞാനാണ് കേമൻ എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന പൊളിറ്റിക്സ്. അപ്പോൾ ഇതിനകത്ത് ഞാനീ പറഞ്ഞു വരുന്നത് ഇപ്പം നാളെ കാലത്തെ അവിടെ കോൺഗ്രസ് ഉണ്ടാവണം അല്ലെങ്കിൽ കോൺഗ്രസ് വലുതാവണം, അതിന് ഈ പറയുന്ന DK ശിവകുമാറാണ് നല്ലത്, കോൺഗ്രസിന് അയാളെ നിർത്തിക്കൊണ്ടുപോയാൽ ആ സംസ്ഥാനത്ത് പിടിച്ചു നിൽക്കാൻ സാധിക്കുമെന്ന് കോൺഗ്രസ്സുകാർക്ക് അറിയാവുമ്പോഴും ACC പ്രസിഡന്റ് അറിയാവുമ്പോഴും
ഈ പറയുന്നത് പോലെ സ്വന്തം താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി നിന്നു കൊടുക്കുന്ന ഒരു സംസ്കാരമുള്ള പാർട്ടിയാണല്ലോ കോൺഗ്രസ്. അപ്പൊ അവിടെ ഈ പറഞ്ഞതുപോലെ ഉണ്ടാവുന്നെങ്കിൽ എൻ്റെ കൂടെ ഉണ്ടായാൽ മതി, അല്ലെങ്കിൽ ഈ ഡി കെ ശിവകുമാർ എന്ന് പറയുന്ന ആളിനെ വേണ്ട. അതുകൊണ്ട് തന്നെ ഡി കെ ശിവകുമാർ നാളെ കാലത്ത് BJPക്ക് അകത്ത് പോകേണ്ടി വരുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങും, അല്ലെങ്കിൽ അത്തരത്തിൽ കാര്യങ്ങൾ നീക്കും. ഈ പറയുന്ന ഈ പ്രാവശ്യത്തെ എത്ര ചർച്ച നടത്തിയാലും എന്തൊക്കെ പ്രശ്നം വന്നാലും ഈ ചർച്ചയ്ക്ക് ഉതകുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഡി കെ ശിവകുമാറിനെ മുഖ്യമന്ത്രിയാക്കി സ്ഥാപിക്കുന്ന രീതിയിലേക്കുള്ള ഒരു ചർച്ചയും അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു ഉരുത്തിരിയലും അവിടെ ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരവസ്ഥയിൽ അതിന് സിദ്ധരാമയ്യ നിന്ന് കൊടുക്കുക. ഇനി ഏറ്റവും അവസാനം സിദ്ധരാമയ്യ എല്ലാ പ്രഷറും ശരി ഞാൻ മുഖ്യമന്ത്രി, എന്നാലും അയാൾ പറയും ഡി കെ ശിവകുമാറിനെ ഒക്കത്തില്ലെന്ന് പറയും. മൂന്നാമതൊരാൾ വരത്തെന്ന് പറയും. മൂന്നാമതൊരാൾ വരുമ്പോൾ വരാൻ പോകുന്ന ഒരു പേര് ഏതാണെന്നറിയാം. അതിന് 2-3 കാരണങ്ങളുണ്ട്. ഒന്ന്, ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഇമേജ് നമുക്ക് കറക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി നടക്കും. ഒരു ഹരിജൻ മുഖ്യമന്ത്രി വരട്ടെ. പ്രിയങ്കാർക്ക് വരുമ്പോൾ ഹരിജൻ മുഖ്യമന്ത്രി ആവും. അപ്പോൾ അത് നമുക്ക് ബാക്കിയൊന്നും ഇല്ലാത്തോണം അത് വലിയൊരു ഒരു ചർച്ചയില്ല. മനസ്സിലാകുന്നുണ്ട്. അപ്പം അതിനകത്ത് ആ ഒരു താല്പര്യത്തിലേക്ക് അവിടുത്തെ കോൺഗ്രസിനെ ഉരുത്തിരിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ പണ്ട് കുറേ കാലമെങ്കിലും മുഖ്യമന്ത്രിയായിട്ട് ഇരുന്നിട്ടുള്ള ഈ പറയുന്ന ഖാർഗെ അല്ലെങ്കിൽ ACC പ്രസിഡന്റ്, അദ്ദേഹത്തിൻ്റെ മകനെ സ്ഥാപിക്കുന്നതിന് വേണ്ടി ശ്രമിക്കും. അത് അത്തരത്തിലുള്ള ഒരു ഉരുത്തിരിയലേ അവിടെ വരത്തുള്ളൂ. കാരണം BJP ഇദ്ദേഹത്തെ നാളെ കാലത്തെ കാണുന്നത് BJPയുടെ കൂടെ പോരട്ടെ. അല്ലെങ്കിൽ ഇദ്ദേഹവും, അല്ലെങ്കിൽ ഈ പറയുന്നത് 10-30 MLA-മാർ ഒരു പക്ഷേ ഇതിനകത്തു നിന്ന് മാറി നിന്നാൽ, ഏതാണ്ട് 135 ഉണ്ടല്ലോ BJPക്ക്, ഏതാണ്ട് 64 സീറ്റ്, അല്ലെങ്കിൽ JDF 14 സീറ്റ്. അപ്പം ഒരു അവിശ്വാസ പ്രമേയത്തിലേക്ക് BJP നീങ്ങുകയാണെങ്കിൽ അതിനകത്തുള്ള പിളർത്തുണ്ടാക്കി ഈ പറയുന്ന ഭൂരിപക്ഷം തേക്കുന്നതിന് വേണ്ടി കഴിയാതെ വരും. കാരണം ഇതിൻ്റെ കൂടെ 82ൻ്റെ കൂടെ 121, അപ്പോൾ അതിനകത്തുനിന്ന് ഒരു 10-40 MLA-മാരെ ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നാൽ കാര്യം നടക്കും. അതല്ല, ഈ ഡി കെ ശിവകുമാറിന് അവിടുത്തെ മുഖ്യമന്ത്രി ആവണം, BJP സപ്പോർട്ട് ചെയ്യുന്ന ഒരു അവസ്ഥ ഇപ്പോൾ വന്നാൽ ഡി കെ ശിവകുമാർ 70 MLA-മാരെയും കൊണ്ട് ഇങ്ങോട്ട് വരണം. അതായത് കൂറുമാറ്റ നിരോധന നിയമത്തെ അതിജീവിക്കണമെങ്കിൽ 3 അല്ലെങ്കിൽ പകുതിയിൽക്കപ്പുറം വരണം. മറ്റേ അതിനിപ്പോൾ സാധ്യമാകുന്ന ഒരു അവസ്ഥ ഉണ്ടോ എന്ന് ഡി ശിവകുമാറിന് തന്നെ അറിയത്തില്ല. അപ്പോൾ ഡി കെ ശിവകുമാർ അതുകൊണ്ടാണ് ഒരു പതുങ്ങി അല്ലാതെ പക്വതയുള്ള നേതാവും എല്ലാം, അല്ലെങ്കിൽ ഞാൻ പാർട്ടിയെ അങ്ങ് അല്ലെങ്കിൽ പാർട്ടിയുടെ എല്ലാ രീതിയിലുമുള്ള അച്ചടക്കം പാലിച്ചു നടക്കുന്ന ഒരു നേതാവും അങ്ങനെയൊന്നും ഉണ്ടായിട്ടൊന്നുമല്ല. ബാക്കിയുള്ളവർക്കൊന്നും ഇല്ലാത്ത അച്ചടക്കം ജി കെ ശിവകുമാറിനകത്ത് വെച്ചിട്ട് എന്തോ കാര്യം. ഡി കെ ശിവകുമാർ എന്ന് പറഞ്ഞാൽ അയാൾക്ക് സ്വന്തമായിട്ട്, അദ്ദേഹം കഴിഞ്ഞ പ്രാവശ്യം ഈ ഇക്വേഷൻസ് എല്ലാം ഉണ്ടാക്കി അവിടെ പാർട്ടിയെ ഈ പറയുന്ന അവസ്ഥയിലേക്ക് 135ലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി അദ്ദേഹം നിന്നുകൊടുത്തു. ഇലക്ഷൻ പ്രചരണം നടത്തി കൊടുത്തു. എവിടെയൊക്കെ പോരായ്മയുണ്ടോ, ഇസ്ലാമിസ്റ്റുകളുടെ വോട്ടിൻ്റെ കൂടെ ഹിന്ദു വോട്ടുകൾ കൂട്ടിക്കൊട്ടുന്നതിന് ഉള്ള ഒരു ഇക്വേഷൻ വളരെ കൃത്യമായിട്ട്. അപ്പോഴും അയാളുടെ ഭാഗം നിൽക്കുന്ന MLA-മാർക്ക് സീറ്റ് കൊടുക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കാത്ത ഒരവസ്ഥ വന്നു. അതായത് ഈ ജയിച്ചതും അല്ലെങ്കിൽ അവിടെ സീറ്റ് കൊടുത്തതും അത് ഉപയോഗിച്ച് വന്നപ്പോൾ കൂടുതൽ ആൾക്കാർ ഈ പറയുന്ന പോലെ സിദ്ധരാമയ്യയുടെ ഭാഗമായി, അയാൾക്കാർക്ക് ഒരു സീറ്റ് നിർണ്ണയത്തിനകത്ത് അയാളുടെ ഭാഗമായിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് സീറ്റ് കൊടുക്കുന്നതിന് വേണ്ടി അദ്ദേഹം തയ്യാറായി. അപ്പോൾ MLA-മാരുടെ എണ്ണം എടുത്തപ്പോൾ സിദ്ധരാമയ്യയുടെ കൂടെ ആള്. സിദ്ധരാമയ്യക്ക് മാത്രമല്ല അവിടെ ഈ പറയുന്ന ഒരു ക്ലീൻ ഇമേജ് ഉണ്ട്. ഈ ഇദ്ദേഹത്തെ തൊല്ലം ചെയ്യുമ്പോൾ ഇദ്ദേഹം അഴിമതിക്കകത്ത് ജയിലിൽ കിടന്നിട്ടുള്ളവനാണ്. ഈ കഴിഞ്ഞ ദിവസവും അതിന് ശേഷം ഇദ്ദേഹത്തിൻ്റെ കൂടെ വന്ന, അല്ലെങ്കിൽ വസ്തു തട്ടിയെടുക്കുന്ന രീതിയിലേക്കുള്ള ഒരു കേസ് വന്നായിരുന്നു സിദ്ധരാമയ്യ. അതും അവസാനം വന്നപ്പോൾ അയാൾ അതിനകത്ത് ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിലേക്ക് അയാൾ അന്വേഷണ കമ്മീഷനെ കൊണ്ടുവച്ചിട്ട് തെളിയിച്ചില്ലേ. ഒരു ക്ലീൻ ഇമേജിൻ്റെ ആളാണ്. രണ്ടാമത് MLA-മാരുടെ എണ്ണം എടുക്കുമ്പോഴാണല്ലോ ആരുടെ കൂടാണ്, ഇലക്ഷൻ മുമ്പാണല്ലോ ഈ പറയുന്ന ജനങ്ങൾ ആരുടെ കൂടാണെന്ന് അറിയാൻ നമ്മൾ ഇലക്ഷൻ നടത്തി MLA-മാരെ തിരഞ്ഞെടുക്കും. അതിനുശേഷം ഒരു പാർട്ടി തീരുമാനിക്കുന്നത് ആരെ മുഖ്യമന്ത്രിയാക്കണം. ഇന്നത്തെ 2 നേതാക്കന്മാർ ഇങ്ങനെ നിൽക്കുന്നു. ACC അങ്ങനെ ഇവിടുത്തെ മാർക്സിസ്റ്റ് പാർട്ടിക്കോ ഒരുപക്ഷെ BJPക്കോ തീരുമാനിക്കാൻ പറ്റുന്ന പോലുള്ള അച്ചടക്കമോ ഒന്നും എക്കാലവും ഇല്ല. അവിടെ പറയുന്നത് പോലെ പപ്പുവിൻ്റെ കുടുംബവും തീരുമാനിക്കുന്ന അവരുടെ താല്പര്യം അനുസരിച്ച് പോകുന്നു. ബാക്കിയുള്ളിടത്തെല്ലാം ഓരോരുത്തൻ്റെ കയ്യിൽ അവരതനുസരിച്ച് ബാക്കിയുള്ളിടത്തെല്ലാം ഓരോരുത്തൻ്റെ. ഇപ്പോൾ സിദ്ധരാമയ്യ പറഞ്ഞാൽ എൻ്റെ കൂടെ അടുത്ത കോൺഗ്രസ്, പിന്നെ ഞാൻ എന്തിനാണ് ഇവനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നത്? എനിക്കിരിക്കാൻ പറ്റുന്ന കാലത്തോളം ഞാൻ ഇരിക്കുക. അല്ലെങ്കിൽ എനിക്ക് ശേഷം എൻ്റെ മകനുണ്ട്, മകനെ ഇപ്പം ഈ പറയുന്നത് വലുതായിട്ട് പ്രൊജക്ഷനി വരുന്നില്ല. അപ്പോൾ അവിടുത്തെ ഒരു പൊളിറ്റിക്സ്, അവിടെ ആഗ്രഹിക്കുന്ന ഒരു പൊളിറ്റിക്സ് അവിടെ, അല്ലെങ്കിൽ SDPA-ക്കാരുടെയും ഇസ്ലാമിസ്റ്റുകളുടെയും താല്പര്യത്തിനനുസരിക്കുന്ന കോൺഗ്രസ് അവിടെ വരണമെങ്കിൽ അവരുടെ താല്പര്യത്തിനനുസരിച്ച് നിൽക്കുന്ന അവരുടെ താല്പര്യമാണല്ലോ ഇപ്പോൾ കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വത്തിൻ്റെ പോലും താല്പര്യം. ആ താല്പര്യം അനുസരിച്ചുള്ള ഒരു കോൺഗ്രസും ഒക്കെ വരുമ്പോൾ ഒരുപക്ഷെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് പൊളിറ്റിക്സിനകത്ത് വരാൻ സാധ്യതയുള്ള, അല്ലെങ്കിൽ കൊണ്ടുവരാൻ സാധ്യതയുള്ള ഇപ്പം പല വിഷയങ്ങൾക്കകത്തും പേരെടുത്തെടുത്ത് വരുന്നു, അല്ലെങ്കിൽ വിവാദ പ്രസ്താവനകൾ, അല്ലെങ്കിൽ വിവാദ ഈ രീതി. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പറഞ്ഞ മോദിയെ പറയുക, RSSനെ പറയും. അതിനകത്ത് പ്രിയങ്കാർഗെ വരുന്നുണ്ട്. അപ്പോൾ പ്രിയങ്കാർഗയിലേക്ക് ഈ സാധനം ഫോക്കസ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം നടത്തുന്ന ഒരവസ്ഥയുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ പറയുന്ന ഒരു പൊട്ടിത്തെറി ഡി കെ ശിവകുമാറിനെ വളരെ കൃത്യമായിട്ട് പുറകെ നിന്ന് BJP സ്വാധീനിച്ചുകൊണ്ടിരിക്കുകയാണ്. നാളെ കാലത്ത് BJPക്ക്
അവിടെ എടുത്തു കാണിക്കാൻ പറ്റുന്നതും കിട്ടിയാൽ BJP-യിൽ വന്നാൽ ഉപയോഗിക്കാൻ പറ്റുന്നതുമായിട്ടുള്ള ഒരു നേതാവാണ്. മാത്രവുമല്ല കോൺഗ്രസിനകത്ത് ഇത്രയും ലീഡർഷിപ്പ് ക്വാളിറ്റി അല്ലെങ്കിൽ തൻ്റെ നമ്മൾ ഈ പറയുമല്ലോ കൊള്ളാം തലയെടുപ്പുള്ള ഒരുത്തനാണ്, ഇറങ്ങി നിന്നാൽ കൊള്ളാമെന്ന് പറയുന്ന ഒരു നേതാവിനെ പിന്നെടുത്ത് കാണിക്കാനില്ല. കോൺഗ്രസ് അദ്ദേഹത്തെ ഇപ്പുറത്തോട്ട് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നു. അത് അവസാന അറ്റം വരെ DK ശിവകുമാർ ഈ കോൺഗ്രസിനകത്തു നിന്ന് അദ്ദേഹത്തിന് മുഖ്യമന്ത്രി ആകാൻ ഒക്കുമെന്നുള്ളൊരു ശ്രമം നടത്തിയതിന് ശേഷം നടത്തിയതിന് ശേഷം BJP-ആയിട്ട് ആലോചിക്കും എന്നാണ് നമുക്ക് കരുതാൻ പറ്റുന്നത്. അത്തരത്തിലേക്കുള്ള ഒരു പൊളിറ്റിക്സാണ് ഇത്. ഡൽഹിയിൽ ചർച്ച ചെയ്താൽ തീരുന്നതും ഇപ്പോഴത്തെ മുഖ്യമന്ത്രി സ്ഥാനം മാറ്റി തീരുമാനിച്ച് അവിടുത്തെ പ്രശ്നം പരിഹരിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്കല്ല കാര്യങ്ങൾ. സിദ്ധരാമയ്യ മാറിയാൽ DK ശിവകുമാർ മുഖ്യമന്ത്രിയാവുന്ന ഒരവസ്ഥയില്ല. മറിച്ച് പ്രിയങ്ക ഖാർഗെ മുഖ്യമന്ത്രിയാക്കുന്നതിന് വേണ്ടിയുള്ള അടിയൊഴുക്കുകൾ ഒരുപക്ഷെ അത് ഡൽഹി ഹൈക്കമാൻഡ് എന്ന് പറയുന്ന സാധനം, കാരണം പുള്ളിയുടെ തന്തയാണല്ലോ ഇപ്പം ഹൈക്കമാൻഡ് എന്ന് പറയുന്ന ഒരു മുഖത്തോടു കൂടിയിരിക്കുന്നു, ആ രീതിയിലേക്കുള്ള ഒരു നീക്കം അവിടെ അദ്ദേഹം വിചാരിച്ചാൽ നടക്കത്തില്ലെങ്കിൽ പോലും അതിനുള്ള ഒരു അലയൊലികൾ ഒരുപക്ഷെ ഈ പറയുന്ന ഇസ്ലാമിസ്റ്റുകളുടെ ഭാഗത്തു നിന്നുള്ള സമ്മർദ്ദം. കാരണം ആ കോൺഗ്രസിനെ മൊത്തത്തിൽ നിയന്ത്രിക്കുന്നത് അതിൻ്റെ ഫണ്ട് റേസിങ് അല്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അവരുടെ അജണ്ടയാണ്, അവരുടെ കാര്യങ്ങളാണ്. അപ്പോൾ അതിനകത്തു നിന്നുള്ള ഒരു ഇവിടെ മുസ്ലിം ലീഗ് ചില കാര്യങ്ങൾ പറയാൻ പറ്റാത്തോണം, കോൺഗ്രസിനെ എതിർക്കാൻ പറ്റാത്തോണം ഉള്ള ഒരു പൊളിറ്റിക്സ് ഏറ്റവും കൂടുതൽ ഇസ്ലാമിസ്റ്റുകൾ അല്ലെങ്കിൽ SDP-യും PFIയും ഇപ്പോഴും ഉള്ളത് ഈ പറയുന്നത് പോലെ കർണാടകത്തിലാണ്. അതിൻ്റെ പിന്തുണക്കാർ കോൺഗ്രസ് ആണ്. അപ്പോൾ പ്രിയങ്ക ഖാർഗെക്കുള്ള സാധ്യത, ആ സാധ്യത എത്രത്തോളം കൊണ്ടുപോയി അത് ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു കാര്യം ചെയ്യുന്നതിന് വേണ്ടി തന്നെ ഈ പറയുന്ന സിദ്ധരാമയ്യയുടെ അടിബലികൾ നടക്കും എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. യാതൊരു കാരണവശാലും മുഖ്യമന്ത്രി DK ശിവകുമാർ ആകും, അത് BJP-യുടെ മുഖ്യമന്ത്രി ആയിരിക്കും വരുന്നത്. അത് നാളെ കാലത്തെ സംഭവിച്ചേക്കാം.